നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ഈജിപ്തിൽ മുർസി അനുകൂലികൾ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പട്ടാള ഭരണകൂടത്തെ അനുകൂലിക്കുന്നവർ പ്രകടനത്തിന് നേരെ കല്ലേറ് നടത്തി. സംഭവത്തിന്റെ പേരിൽ 12 മുർസി അനുകൂലികളെ അറസ്റ്റ് ചെയ്തു. ഇസ്രായേൽ ഫലസ്തീൻ രണ്ടാം വട്ട സമാധാന ചർച്ചകൾക്ക് നാളെ തുടക്കം. ഇസ്രായേൽ തടവറയിലുള്ള 26 തടവുകാരെ നാളെ മോചിപ്പിക്കും. തടവുകാരെ മോചിപ്പിക്കുന്നതിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം. സിറിയയിൽ ലഡാക്കിയ പ്രവിശ്യയിൽ ഫ്രീ സിറിയൻ ആർമിയും സിറിയൻ സൈന്യവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷം. 3000-ഓളം കുടുംബങ്ങൾ പലായനം ചെയ്തു. കുവൈത്തിൽ ട്രാഫിക് പോലീസ് വീണ്ടും തെരച്ചിൽ ശക്തമാക്കി. തെരച്ചിൽ ഫൈലക്ക ദ്വീപിലേക്കും 15 വാഹനങ്ങൾ പിടിച്ചെടുത്തു. കുവൈത്തിൽ തൊഴിൽ മന്ത്രിക്കെതിരെ സ്വജനപക്ഷപാതം ആരോപിച്ച് പാർലമെന്റ് അംഗങ്ങൾ രംഗത്ത്. മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്ന് മന്ത്രിയുടെ വിശദീകരണം. വാർത്തകൾ വിശദമായി. കെയ്റോയിൽ മുർസി അനുകൂലികൾ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഈജിപ്തിലെ പട്ടാള സർക്കാരിനെ അനുകൂലിക്കുന്നവർ മാർച്ചിലേക്ക് കല്ലുകളും കുപ്പികളും വലിച്ചെറിഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. ആയിരക്കണക്കിന് മുർസി അനുകൂലികളാണ് മാർച്ചിൽ പങ്കെടുത്തത്. പട്ടാള അനുകൂലികളായ പ്രദേശവാസികൾ പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും മാർച്ച് തടയുന്നതിനായി അവർക്കുനേരെ കല്ലുകൾ വലിച്ചെറിയുകയും ചെയ്തു. മാർച്ചിലേക്ക് കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നാണ് ആക്രമണമുണ്ടായത്. തുടർന്ന് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും പ്രയോഗിച്ചു. മുർസി അനുകൂലികൾ തിരിച്ചും കല്ലെറിഞ്ഞു. അതോടെ സ്ത്രീകളും കുട്ടികളും പരിഭ്രാന്തരായി ഓടി. പ്രതിഷേധക്കാരെ വിരട്ടാനായി 2 പേർ കത്തിവീശുകയുമുണ്ടായി. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12 മുർസി അനുകൂലികളെ സംഭവത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ചർച്ചകളുടെ 2ാം ഘട്ടം ബുധനാഴ്ച ആരംഭിക്കും. സമാധാന ചർച്ചകളുടെ ഭാഗമായി മോചിപ്പിക്കപ്പെടുന്ന 26 ഫലസ്തീൻ തടവുകാരുടെ പേരുകൾ ഇസ്രായേൽ പ്രസിദ്ധപ്പെടുത്തി. തടവുകാരെ മോചിപ്പിക്കുന്നതിനെതിരെ ഇസ്രായേലിൽ നിലനിൽക്കുന്ന പ്രതിഷേധം സമാധാന ചർച്ചകളുടെ ഭാവിയെ ആശങ്കയിലാക്കി. 104 തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് സമാധാന ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി തയ്യാറാക്കിയ കരാറിലുള്ളത്. ഘട്ടം ഘട്ടമായി ഇവരെ മോചിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ 104 പേരെയും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ മോചിപ്പിക്കണമെന്നാണ് ഫലസ്തീൻ അതോറിറ്റിയുടെ ആവശ്യം. അധിനിവിഷ്ട ഭൂമിയിൽ 1200 വീടുകൾ കൂടി നിർമ്മിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം സമാധാന ചർച്ചയ്ക്ക് വിലങ്ങുതടിയായി ഫലസ്തീൻ കാണുന്നു. Everything is in crisis mode. The moment Israel starts moving towards more settlements and gives the settlements preferential or priority standing or rating for development and for grants and support, it means that Israel is acting as though it has already annexed the West Bank, as though it is the sovereign power. തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിലനിൽക്കുന്ന പ്രതിഷേധം, ഫലസ്തീനികൾ സമാധാന ചർച്ചകളോട് പുലർത്തുന്ന വിമുഖത എന്നിവയാണ് ചർച്ചയ്ക്ക് മുമ്പിലെ മറ്റ് വിലങ്ങുതടികൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന ഫലസ്തീനികളെ മോചിപ്പിക്കുന്നതിനെതിരെ ഇസ്രായേലുകാരുടെ പ്രതിഷേധം. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ തെൽ അവീവിലായിരുന്നു പ്രതിഷേധം. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളുടെ ഭാഗമായാണ് 26 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലുകാർ ഇന്നലെ തെൽ അവീവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാജ്യത്ത് നടക്കുന്ന രക്തരൂഷിത കലാപത്തെ പ്രതിനിധീകരിച്ച് ചുവന്ന പേനിൽ മുക്കിയ കൈകൾ പതിപ്പിച്ചായിരുന്നു പ്രതിഷേധം. 1990-ൽ ഗസയിൽ വെച്ചാണ് പ്രതിഷേധക്കാരിലൊരാളായ ഗിലാ മോൾക്കോയുടെ സഹോദരൻ കൊല്ലപ്പെടുന്നത്. ഫലസ്തീനികളെ മോചിപ്പിക്കാനുള്ള തീരുമാനം കൊല്ലപ്പെട്ട ഇസ്രായേലികളോടുള്ള അനാദരവാണെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുമായുള്ള ചർച്ചകളുടെ ഭാഗമായാണ് 104 തടവുകാരിൽ നിന്ന് ഇപ്പോൾ 26 പേരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. മോചിപ്പിക്കപ്പെടുന്ന തടവുകാരിൽ 14 പേർ ഗസ പ്രവിശ്യയിലുള്ളവരും 12 പേർ വെസ്റ്റ് ബാങ്കിലുള്ളവരുമാണ്. ബാക്കിയുള്ളവർ 2 പേർ 6 മാസത്തിനു ശേഷവും 6 പേർ 3 വർഷത്തിനു ശേഷവും ജയിൽ മോചിതരാകും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇസ്രായേലുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ജർമ്മൻ വിദേശകാര്യമന്ത്രി ഗൂഡോ വെസ്റ്റർവെൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി. അബ്ബാസിന്റെ വസതിയായ റാമല്ലയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സിറിയയിലെ തീരദേശ പ്രവിശ്യയായ ലഡാക്കിയയിൽ ഫ്രീ സിറിയൻ ആർമിയും സൈന്യവും തമ്മിൽ പോരാട്ടം രൂക്ഷമായി.
ബഷാറുൽ അസദിന്റെ സമുദായമായ അലവികൾക്ക് പ്രാമുഖ്യമുള്ള പ്രവിശ്യയുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം വിമതസേന പിടിച്ചെടുത്തിരുന്നു. സിറിയൻ സേന നിയന്ത്രണം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സിറിയൻ TV റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഫ്രീ സിറിയൻ ആർമിയുടെ നേതാക്കൾ ലഡാക്കിയ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ വെബ്സൈറ്റുകൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട്. ലഡാക്കിയയിൽ 30 ഗ്രാമങ്ങളിൽ നിന്ന് 3000 കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയതായി UN റിപ്പോർട്ട് പറയുന്നു. ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളിൽ UAE-യിൽ നിന്ന് സൗദിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. 10,000-ങ്ങളാണ് കരമാർഗം അതിർത്തിയിലേക്ക് കടന്ന് സൗദിയിലേക്കും തിരികെയും യാത്ര ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിൽ നിന്ന് UAE-യിലേക്കും കാർ മാർഗം 1000-ങ്ങൾ എത്തുകയുണ്ടായി. അതിർത്തിയിൽ എമിഗ്രേഷൻ നടപടികൾ എളുപ്പമാക്കിയും വിനോദസഞ്ചാരികൾക്ക് ഗുണം ചെയ്തു. സൗദി സാറ്റലൈറ്റ് ചാനലുകൾക്ക് പ്രത്യേക സ്വതന്ത്ര പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള അനുമതി നൽകുമെന്ന് സൗദി സാംസ്കാരിക വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വാർത്താവിനിമയ നിലവാരം മെച്ചപ്പെടുത്തലാണ് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിന്റെ ലക്ഷ്യം. UAE പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ട്വിറ്ററിന് വൻ ജനപ്രീതി. 2 ദശലക്ഷത്തിലേറെ അനുയായികളാണ് ട്വിറ്ററിൽ ഷെയ്ഖ് മുഹമ്മദിനുള്ളത്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള അറബ് നേതാവായും ഇതോടെ ദുബൈ ഭരണാധികാരി മാറിയിരിക്കുകയാണ്. കുവൈത്തിൽ തൊഴിൽ മന്ത്രിക്കെതിരെ സ്വജനപക്ഷപാതം ആരോപിച്ച് പാർലമെന്റ് അംഗങ്ങൾ രംഗത്ത്. മന്ത്രിക്കെതിരെ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ദിക്ര അൽ റഷീദി വകുപ്പിൽ വഴിവിട്ട് നിയമനം നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ വിമർശനങ്ങളുമായി രംഗത്തെത്തി. അബ്ദുള്ള അൽ തുജേരി MP ഇത് സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. മന്ത്രി സ്വജനപക്ഷപാതം കാട്ടിയെന്നാരോപിച്ച് മന്ത്രാലയത്തിലെ ഏതാനും ഉദ്യോഗസ്ഥരും പരാതി നൽകിയിരുന്നു. നേരത്തെ മന്ത്രിയുടെ 3 സഹോദരന്മാർ മന്ത്രാലയത്തിൽ നിയമിക്കപ്പെട്ടിരുന്നു. അടുത്തിടെ മറ്റൊരു സഹോദരി കൂടി ഓഫീസ് കൺസൾട്ടന്റായി നിയമിതയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ സൈറ്റുകളിൽ സജീവ ചർച്ചയായിരുന്ന സംഭവം പാർലമെന്റിൽ ഏറെ ഒച്ചപ്പാടുകൾക്ക് വഴിവെച്ചതായാണ് അറിയുന്നത്. നിയമനം മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണോ എന്നും ഏതൊക്കെ തസ്തികകളിലാണ് നിയമനം നടന്നിട്ടുള്ളത് എന്നും പ്രസ്തുത ജോലിക്ക് അവർ യോഗ്യരാണോ തുടങ്ങി 10ഓളം ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് MP-യുടെ കത്തിൽ. റിയാദ് അൽ അദ്സാനി, ഫൈസൽ അൽ ദുവൈസാൻ, ജമാൽ അൽ ഉമർ തുടങ്ങിയ പാർലമെന്റ് അംഗങ്ങളും വിഷയം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. കഴിഞ്ഞ മന്ത്രിസഭാ കാലയളവിൽ വിസ നിയന്ത്രണങ്ങൾ അടക്കം കടുത്ത തീരുമാനങ്ങളെടുത്ത മന്ത്രിക്കെതിരെ രാജ്യത്തെ ബിസിനസ് ലോബി പടച്ചുവിടുന്നതാണ് ആരോപണങ്ങളെന്ന വാദവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ സംഭവം കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 50 പരാതികളാണ് ഇതുവരെ ഭരണഘടനാ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിട്ടുള്ളത്. പാർലമെന്റ് അംഗങ്ങൾ, പരാജിതരായ സ്ഥാനാർത്ഥികൾ, അഭിഭാഷകർ തുടങ്ങിയവരാണ് ഹർജികൾ നൽകിയിരിക്കുന്നത്. പരാതികളിൽ കോടതി പിന്നീട് തീർപ്പ് കൽപ്പിക്കും. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ ട്രാഫിക് പോലീസ് വീണ്ടും തെരച്ചിൽ ശക്തമാക്കി. തെരച്ചിൽ ഫൈലക്ക ദ്വീപിലേക്കും നീട്ടി. 15 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 4 മാസത്തിനുള്ളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന്റെ പേരിൽ 35,000 പേരെ പിടികൂടിയതായി ട്രാഫിക് വകുപ്പ് പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഫൈലക്ക ദ്വീപിൽ പരിശോധന നടന്നത്. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ 15 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഹവല്ലി പോലീസ് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പരിശോധനയിൽ പിടിയിലായത് 37 പേരാണ്. 400ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 1000ഓളം വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ 3 ലക്ഷം വാഹനങ്ങൾ നിരത്തിലോടുന്നതായി കഴിഞ്ഞ ദിവസം ട്രാഫിക് മേധാവി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ രാജ്യത്തെ ശക്തമാക്കിയ പരിശോധനകളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച സ്വദേശികളും വിദേശികളുമായ 35,000 പേർ പിടിയിലായതായും ഗതാഗത വകുപ്പ് അറിയിച്ചു. മീഡിയ 1 കുവൈത്ത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകാനുള്ള ചെലവ് കുത്തനെ ഉയരുന്നു. ചെലവ് 7 വർഷത്തിനിടെ 6 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. പ്രവാസികൾക്കും സ്വദേശി തീർത്ഥാടകർക്കും നിരക്ക് വർധന തിരിച്ചടിയാവുകയാണ്. ഈ വർഷം UAE-യിൽ നിന്ന് ഹജ്ജിന് പോകാൻ ട്രാവൽ ഏജൻസികൾ ആളൊന്നിന് ഈടാക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക് 35,000 UAE ദിർഹമാണ്. ഏകദേശം 5.5 ലക്ഷം ഇന്ത്യൻ രൂപ. ഹറം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം മിക്ക രാജ്യങ്ങളുടെയും ഹജ്ജ് കോട്ട വെട്ടിച്ചുരുക്കിയതിനാൽ ചില ഏജൻസികൾ 70,000 ദിർഹം വരെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ വാണിജ്യവൽക്കരണം തടയണമെന്നാവശ്യപ്പെട്ട് മതകാര്യ മന്ത്രാലയത്തെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് പലരും. നമ്മുടെ ഓർമ്മയിൽ 3000 ദിർഹംസിന് ബൈ റോഡ് ഹജ്ജിന് കൊണ്ടുപോയ ചരിത്രങ്ങൾ ഒരു 5-6 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഹറമിൻ്റെ വികസനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചുറ്റുഭാഗത്തുള്ള ഹോട്ടലുകളൊക്കെ പൊളിച്ചു മാറ്റി. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ഹോട്ടൽ ഉടമസ്ഥരും എന്ത് ചെയ്തിട്ടുണ്ട്? റെൻറ്റ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 4,000 പിന്നെ 8,000 10,000 ഒക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്.
148 ഏജൻസികൾക്കാണ് ഹജ്ജ് ഉംറ സേവനങ്ങൾക്ക് UAE-യിൽ നിന്ന് ലൈസൻസ് നൽകിയിട്ടുള്ളത്. വിപണിയിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച തുക ഈടാക്കാനാണ് ഈ ഏജൻസികൾക്ക് അനുമതി. ഇക്കാര്യത്തിൽ മതകാര്യ വകുപ്പ് നേരിട്ട് ഇടപെടാറില്ല. എന്നാൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത വിധം തുക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രവാസികൾക്ക് മന്ത്രാലയത്തെ സമീപിക്കാമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 2.5 ലക്ഷത്തോളം രൂപയ്ക്ക് ഹജ്ജിന് പോയി വരാൻ സൗകര്യമുണ്ട്. 30 ദിവസത്തിലേറെ വരുന്ന പാക്കേജായാണ് നാട്ടിൽ നിന്നുള്ള ഹജ്ജ് സംഘങ്ങൾ പുറപ്പെടുന്നത്. ഇത്രയും ദിവസം അവധി ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഗൾഫിൽ നിന്ന് നേരിട്ട് ഹജ്ജിന് പുറപ്പെടുന്നതാണ് പ്രവാസികൾക്ക് സൗകര്യം. ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടുന്ന കോട്ട 2 രൂപത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഹജ്ജിന് കൊണ്ടുപോകുന്നത്, പിന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത്. ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത് മുഴുവനും ഇന്ത്യയിൽ തന്നെ ചെലവ് കൊടുക്കാതെ പ്രവാസികൾക്കായി അതാത് രാജ്യത്തുള്ള അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ പ്രവാസികൾക്ക് ഇവിടെ തന്നെ വിസ അടുപ്പിക്കുക. എന്നാൽ പുതിയ സാഹചര്യത്തിൽ പലർക്കും ഹജ്ജ് കർമ്മം അപ്രാപ്യമായി മാറുകയാണ്. മീഡിയ 1, ദുബായ്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ നയതന്ത്ര പ്രതിനിധി തോമസ് ഓജ ക്വിന്റാന മ്യാൻമറിലെ റോഹിംഗ്യ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ചു. റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് നേരെ പോലീസ് വെടിവയ്പുണ്ടായതിനെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. 2 മാസത്തിനിടെ 3 തവണയാണ് റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് നേരെ പോലീസ് വെടിവെപ്പുണ്ടായത്. വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മ്യാൻമറിലെത്തിയ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി തോമസ് ഓജ ക്വിന്റാന റോഹിംഗ്യ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിച്ചു. You, Muslim community, you also have a responsibility. You have to organize yourself to pursue peace here. കഴിഞ്ഞ വർഷമുണ്ടായ വർഗീയ സംഘർഷത്തിന്റെ ആകുലതകൾ റോഹിംഗ്യൻ ജനത മറന്നു തുടങ്ങുന്നതിനിടയിലാണ് പുതിയ സംഭവം. കഴിഞ്ഞ വർഷത്തെ കലാപത്തിൽ 192-ലധികം പേർ മരിക്കുകയും 1,40,40,000-ലധികം പേർ ഭവനരഹിതരാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.